പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? വീണ്ടും ജനനത്തെക്കുറിച്ച് യോഹന്നാനിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിഷയം യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഇതെഴുതിയ കാലഘട്ടം AD 80കളിലും 95കളിലൊക്കെയാണ് എഴുതപ്പെട്ടതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും ജനനത്തെക്കുറിച്ച് കർത്താവ് നിക്കോദിമോസിനെ ഉപദേശിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പരീശന്മാരുടെ 2:3-1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന്, അതായത് കർത്താവിൻ്റെ അടുക്കൽ വന്ന്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്നൊക്കെയും നിക്കോദിമോസ് വന്ന് കർത്താവിനോട് പറയുന്ന വാചകങ്ങളാണ് ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ട ഭാഗങ്ങൾ. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും 3 അത് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതുജനനത്തിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ചായിരിക്കണം യേശു ഈ മനുഷ്യനോട് ഇങ്ങനെ പറയപ്പെടാനിടയായത്. അപ്പോൾ പുതുതായി ജനിക്കുക എന്ന് പറയുന്നത് പുതുജനനം അഥവാ വീണ്ടും ജനനം എന്നതിനെക്കുറിച്ച് ഉള്ള വിശുദ്ധമായ പഠനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും ജനനം എങ്ങനെയുള്ളതാണ്. യോഹന്നാൻ 3:3 യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പുതിയതായി എങ്ങനെയാണ് ജനിക്കുവാൻ കഴിയുക എന്നുള്ളത് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. വീണ്ടും ജനനം എന്നുള്ളത് അപ്പോൾ നമുക്ക് കാണാം. യോഹന്നാൻ 3:1 മുതൽ 8 വരെ ഈ നിക്കോദിമോസിനോട് കർത്താവ് സംസാരിക്കുന്ന അനുഭവം. അതായത് ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എങ്കിലും ഇദ്ദേഹത്തിന് വീണ്ടും ജനനം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ ആരും കാണാതെ പാതിരാത്രി സമയം വന്ന് കർത്താവിനോടുള്ള ഉപദേശം കേൾക്കും, കർത്താവിനോട് ചോദിക്കുകയും ആ മനുഷ്യൻ പ്രാപിക്കുകയും ചെയ്യുന്നെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും ജനിക്കുക എന്നത് ബൈബിളിൻ്റെ വ്യവസ്ഥയാണ്. അത് നമ്മൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ബൈബിളിൻ്റെ വ്യവസ്ഥ പ്രകാരം വീണ്ടും ജനിക്കണം എന്നുള്ളതാണ് കർത്താവ് ഈ വചനത്തിൽ കൂടി നിക്കോദിമോസിനോട് പറയുന്നത്. അതുപോലെ നമ്മളോടും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീത്തോസ് 3:5 കാണുന്നുണ്ട്. അഥവാ ആത്മീക ജനനം, വീണ്ടും ജനനം കൂടാതെ ദൈവരാജ്യം കാണുവാൻ, അതായത് യേശുക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനോ രക്ഷയോ പ്രാപിക്കാൻ ആർക്കും കഴിയുകയില്ല. താഴെ പറയുന്നവ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള സുപ്രധാന യാഥാർത്ഥ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. 1. ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മ സ്നാനം വഴി ദൈവം നടത്തുന്ന പുനർസൃഷ്ടിയും രൂപാന്തരവുമാണ് വീണ്ടും ജനനമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോമർ 12:2 എഫേസ്യർ 4:23 യോഹന്നാൻ 3:6 തീത്തോസ് 3:5 ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയത്തുള്ളൂ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ നമ്മളെ പറഞ്ഞറിയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ വെളിപ്പെടുത്തുന്നവർക്കാണ്. ലോകത്തോട് അനുരൂപപ്പെടാത്ത ഒരു വ്യക്തിയാണ് കർത്താവിൻ്റെ വീണ്ടും വരവിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്. അതായത് റോമർ 12:2 കാണാൻ കഴിയുന്നുണ്ട്. അവൻ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു. എഫേസ്യർ 4:20. അപ്പം നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമേ കർത്താവിൻ്റെ 2-ാം വരവിൽ എടുക്കപ്പെടുകയുള്ളെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. 3. വീണ്ടും ജനനം തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരികുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു വ്യക്തി പാപസംബന്ധമായി മരിച്ച ഒരു വ്യക്തിയായിരിക്കണമെന്ന് ഈ ദൈവത്തിൻ്റെ വചനം മത്തായി 3:2
കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തു വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണ് ലഭിക്കുന്നത്. യോഹന്നാൻ 1:12. ഇപ്പം ഈ വചനങ്ങളൊക്കെയും വെളിപ്പെടുത്തുന്നത് വീണ്ടും ജനനം പാപത്തിൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് പുതിയ ജീവിതത്തിലേക്ക് പരിവർത്തനമാണ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പാപത്തിൻ്റെ പഴയ ജീവിതത്തിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിൽ പുതിയ ജീവിതത്തിലേക്ക് പരിവർത്തിക്കുക എന്നതാണ് കാണാൻ കഴിയുന്നത്. ഒത്തിരി വാക്യങ്ങളുണ്ടെന്ന് ഞാൻ വായിക്കുവാൻ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനായി ജീവിക്കുക എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ദൈവത്തെ അനുസരിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ നടപ്പനുസരിച്ച് അനുഗ്രഹിക്കുന്നതിനുള്ള ആത്മീക മാനസികാവസ്ഥയും അവന് ലഭ്യമാകുന്നു. അപ്പോൾ ആത്മീകമായ അവനൊരു മാനസികാവസ്ഥ അന്നേരം അവനുണ്ട്. വീണ്ടും ജനിച്ചവൻ നീതിക്കായി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാപജീവിതം ഒഴിഞ്ഞിരിക്കുന്നു. അവൻ ലോകത്തെ സ്നേഹിക്കുന്നില്ല. വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. 5, ദൈവത്താൽ ജനിച്ച ഒരുവൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യുന്നത് ഒരു സ്വാഭാവിക കാര്യം ആയിരിക്കുകയില്ല. ആ ദൈവത്താൽ ജനിച്ച ഒരു വ്യക്തിക്ക് പാപം ഒരിക്കലും ചെയ്യുവാൻ കഴിയുകയില്ല. 1 യോഹന്നാൻ 3:9 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും പാപത്തെ ഒഴിഞ്ഞിരിക്കുന്നതിനുമുള്ള ആത്മാർത്ഥമായ ആഗ്രഹം വിജയകരമായ പരിശ്രമവും കൂടാതെ ഒരുവനു പുതുജനനാനുഭവത്തിൽ തുടർന്ന് ജീവിക്കുവാൻ സാധ്യമല്ല. പാപത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് തുടരുവാൻ സാധ്യമല്ലെന്നാണ് ഈ ദൈവവചനമൊക്കെ നമ്മളെ വിളിച്ചു കാട്ടുന്നത്, അല്ലെങ്കിൽ അറിയിക്കുന്നത്. അത് വിശ്വാസിക്ക് ക്രിസ്തു നൽകുന്ന കൃപാമുഖാന്തരം മാത്രമാണ് സാധ്യമാകുന്നത്. ഒത്തിരി വാക്യങ്ങളുണ്ട്. ക്രിസ്തുവിനോടുള്ള നിരന്തര ബന്ധവും പരിശുദ്ധാത്മാവിലുള്ള സ്ഥിരമായ ആശ്രയവും ഇതിനാവശ്യമായിട്ടായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോമർ 8:2-14 വരെ. 6, അസാൻമാർഗികത്വത്തിൽ ജീവിക്കുകയും ലോകത്തിൻ്റെ വഴികൾ അനുകരിക്കുകയും ചെയ്യുന്നവൻ എന്തെല്ലാം ഭവിച്ചാലും തങ്ങൾ ഇപ്പോഴും വീണ്ടും ജനം പ്രാപിച്ചവരല്ല എന്ന സാത്താൻ്റെ മക്കളാണെന്നും വെളിപ്പെടുത്തുകയാണ് 1 യോഹന്നാൻ 3:6 നമുക്ക് കാണാൻ കഴിയും. 7, ദൈവത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ പ്രാപിക്കുന്നതിന് മുഖാന്തരം ഒരുവനെ ആത്മാവിനാൽ ജനിക്കുവാൻ കഴിയും എന്ന പോലെ ദൈവികമല്ലാത്ത കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അനീതിയായി ജീവിക്കുകയും ചെയ്യുന്നതിനാൽ ആ ജീവനെ കെടുത്തു കളയുവാനും അങ്ങനെ ആത്മീകമായി മരിക്കുവാനും ഒരുവന് സാധിക്കും. ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. റോമർ 8:13 എന്ന് തിരുവെഴുത്ത് ഉറപ്പായി പറയുന്നു. അങ്ങനെ പാപവും പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതിരിക്കുകയും ഒരു വിശ്വാസിയുടെ ആത്മാവിലുള്ള ജീവനെ കെടുത്തിക്കളയുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തന്നിമിത്തം അവൻ ആത്മീകമായി മരിക്കുകയും ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പുറത്താക്കപ്പെടുകയും ചെയ്യും. വീണ്ടും ജനനത്തെ ശാരീരിക ജനനത്തോടും തുലനമാക്കപ്പെടുത്തുമ്പോൾ സാധ്യമല്ല എന്തെന്നാൽ വീണ്ടും ജനനത്തെ ശാരീരിക ജനനത്തോട് തുലനമാക്കപ്പെടുത്തുവാൻ സാധ്യമല്ല എന്തെന്നാൽ ദൈവത്തിന് വിശ്വാസത്തോടുള്ള ബന്ധം ജഡികമല്ല, ആത്മീകമായി. യോഹന്നാൻ 3:6. അതുകൊണ്ട് ഒരു പിതാവിനും മകനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ ഒരിക്കലും ഇല്ലായ്മയാക്കുവാൻ സാധ്യമാകാതിരിക്കുന്നതുപോലെ തന്നെ നമ്മോട് ദൈവം ആഗ്രഹിക്കുന്ന പിതൃപുത്രബന്ധം ഭൂമിയിലുള്ള നമ്മുടെ താൽക്കാലിക കാലയളവിൽ ഈ ബന്ധം അസ്ഥിരമാക്കപ്പെടുത്തുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഭൂമിയിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും ആത്മാർത്ഥമായ അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതത്തിൽ പ്രദർശിക്കപ്പെടുന്ന ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പുത്രത്വം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. യോഹന്നാനിൽ കൂടി നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കുവാനിടയായി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വീണ്ടും ജനനം എന്താണെന്നുള്ളതാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തത്. യോഹന്നാൻ 3:3 യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ
ആർക്കും കഴിയും. അതായിരുന്നല്ലോ നമ്മുടെ കുറിവാക്യം. നിക്കോദിമോസ് കർത്താവിനോട് ചെന്ന് പറഞ്ഞു വീണ്ടും ജനനം എങ്ങനെ പ്രാപിക്കണമെന്ന്. നാളുകളിൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി ലോകത്തോട് അനുരൂപപ്പെടാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിപ്പാർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിപ്പിക്കുന്ന. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ഞാൻ അയച്ചതായ ചെറിയ പ്രബോധനങ്ങളൊക്കെ അനേക ഇടങ്ങളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അനേക രാജ്യങ്ങളിൽ എത്തപ്പെടുമെന്ന് ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ